നമസ്കാരം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഡോക്ടറെ കാണുമ്പോൾ കിട്ടുന്ന അതേ ബഹുമാനം എന്തുകൊണ്ടാണ് അവിടുത്തെ ഫാർമസിസ്റ്റിന് കിട്ടാത്തതെന്ന്? കാരണം ലളിതമാണ്. നമ്മുടെയെല്ലാം മനസ്സിൽ അതൊരു മരുന്ന് കച്ചവടം മാത്രമാണ്. പക്ഷേ ആ ധാരണ ശരിക്കും പറഞ്ഞാൽ 100% തെറ്റാണ്. ഒന്ന് സത്യസന്ധമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ ഒരു ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ തന്ന ആ കുറിപ്പിടി വാങ്ങിച്ച് അതിലുള്ള മരുന്ന് എടുത്തു തരുന്ന ഒരാൾ അത്രയല്ലേ ഉള്ളൂ? അതോ അതിനപ്പുറം എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ പ്രധാന പോയിന്റ്. ഫാർമസിയെ വെറുമൊരു കച്ചവടമായി മാത്രം കാണുന്നതുകൊണ്ട് ആ ജോലിയുടെ യഥാർത്ഥ വിലയും അന്തസ്സും നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നമ്മളിൽ മിക്കവാറും എല്ലാവരും ഒരു ഫാർമസിസ്റ്റുമായി എത്ര നേരം സംസാരിക്കാറുണ്ട്? മരുന്ന് വാങ്ങി പൈസ കൊടുക്കുന്ന ആ 1-2 മിനിറ്റ്, അല്ലേ? ആ ചെറിയ സമയത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒന്നാണോ അവരുടെ ജോലി? ഒരിക്കലുമല്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ഗുളികയുണ്ടല്ലോ, അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വർഷങ്ങളുടെ ഗവേഷണവും നിറഞ്ഞ ഒരു വലിയ യാത്രയുണ്ട്. ആ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു മരുന്ന് എന്ന് പറയുന്നത് അങ്ങനെയങ്ങ് പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല. അതിനു പിന്നിൽ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ നമുക്ക് ആ യാത്ര എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ഈ സ്റ്റെപ്പുകളൊന്ന് നോക്കിക്കേ. ആദ്യം മരുന്ന് കണ്ടെത്തൽ, അതായത് ഒരു രോഗത്തിന് ഫലപ്രദമായേക്കാവുന്നൊരു പുതിയ തന്മാത്രയെ ശാസ്ത്രജ്ഞർ ലാബിൽ കണ്ടെത്തുന്നു. പിന്നെയാണ് അതിന്റെ രൂപീകരണം. അതിനെ എങ്ങനെ ഗുളികയോ സിറപ്പോ ആക്കി മാറ്റാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോഴാണ്. അതിനുശേഷം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി അത് നിർമ്മിക്കുന്നു. ഓരോ ഘട്ടത്തിലും അതിന്റെ ഗുണനിലവാരം കർശനമായി ഉറപ്പുവരുത്തുന്നു. അവസാനം സർക്കാർ ഏജൻസികളുടെ അംഗീകാരവും വാങ്ങണം. ഇതെല്ലാം ഫാർമസിയുടെ ഭാഗമാണ്. ഇനി ഈ കണക്ക് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിയേക്കാം. ഒരു പുതിയ മരുന്ന് ലാബിൽ നിന്ന് നമ്മുടെ കയ്യിലെത്താനെടുക്കുന്ന ശരാശരി സമയം 10 മുതൽ 15 വർഷം വരെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു കുട്ടി ജനിച്ചു വളർന്നു വലുതാകുന്ന അത്രയും സമയം, അത്രയധികം അധ്വാനവും പണവും അതിന് പിന്നിലുണ്ട്. അപ്പോ ഫാർമസി എന്ന ജോലിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? അതൊരിക്കലും കച്ചവടമല്ല. അത് തികച്ചും അറിവിലും മനുഷ്യരുടെ ജീവനോടുള്ള ഉത്തരവാദിത്വത്തിലും കെട്ടിപ്പടുത്ത ഒന്നാണ്. ഇതാണ് ഫാർമസിയുടെ യഥാർത്ഥ നിർവചനം. ഒരു മരുന്ന് സുരക്ഷിതമാണെന്നും അത് കഴിച്ചാൽ വിപരീത ഫലങ്ങൾ ഉണ്ടാകില്ലെന്നും അതിന്റെ ഗുണം നഷ്ടപ്പെടില്ലെന്നും ഉറപ്പാക്കുന്ന ശാസ്ത്രീയമായ ഒരു ഉത്തരവാദിത്തമാണിത്. ഇത് വെറും വിൽപ്പനയല്ല, അതിലും എത്രയോ വലിയൊരു കാര്യമാണ്. ഒരു ഡോക്ടറും ഫാർമസിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ നമുക്ക് പാരസെറ്റമോൾ കുറിച്ചു തരുന്നു, അല്ലേ? എന്നാൽ ആ പാരസെറ്റമോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അതിന്റെ അളവ് കൃത്യമാണോ? അതിൽ ദോഷകരമായ എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ? അത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നത് ഫാർമസിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ശാസ്ത്രലോകമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഡോക്ടർമാർ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള അടിത്തറയിടുന്നത് ഫാർമസിസ്റ്റുകളാണ്. ശരി, ഫാർമസിയെ വെറുമൊരു കച്ചവടമായി കണ്ടാൽ എന്താണിത്ര കുഴപ്പം? ഇത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. കാരണം ഈയൊരു തെറ്റിദ്ധാരണ കൊണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദോഷങ്ങൾ വളരെ വലുതാണ്. ഈ രണ്ട് ചിന്താഗതികളും തമ്മിൽ ആകാശവും ഭൂമിയും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഒരു കച്ചവടക്കാരന്റെ ലക്ഷ്യം എപ്പോഴും ലാഭമായിരിക്കും, കൂടുതൽ വിൽക്കുക, ടാർഗറ്റ് തികയ്ക്കുക. എന്നാൽ ഒരു ഫാർമസിസ്റ്റിന്റെ ചിന്ത രോഗിയുടെ സുരക്ഷയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് അവർ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് തരാതിരിക്കുന്നതും മരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും. ഒന്ന് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊന്ന് നമ്മുടെ ജീവനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഫാർമസിസ്റ്റുകളെ വെറും വിൽപ്പനക്കാരായി കണ്ട് സമ്മർദ്ദം ചെലുത്തിയാൽ എന്ത് സംഭവിക്കും? അവർക്ക് ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ. ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ എന്തു പറ്റുമെന്നറിയാമോ? പിന്നീട് നമുക്ക് ശരിക്കുമൊരു അണുബാധ വരുമ്പോൾ ഈ മരുന്നുകളൊന്നും ശരീരത്തിൽ ഫലിക്കാതെ വരും. ഇത് നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് വെറും ഫാർമസിസ്റ്റിന്റെ ജോലിയുടെ അന്തസ്സിന്റെ മാത്രം കാര്യമല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും കാര്യമാണ്. ഫാർമസിയെ കച്ചവടമായി കാണുന്നത് നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യത്തെയാണ് അപകടത്തിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തെറ്റിദ്ധാരണയെ തിരുത്താം. ഇനി മുതൽ ഒരു ഫാർമസിസ്റ്റിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. നമ്മൾ കാണുന്ന മരുന്ന് വിൽപ്പന ഉണ്ടല്ലോ, അതൊരു വലിയ ഉത്തരവാദിത്തത്തിന്റെ ഏറ്റവും അവസാനത്തൊരു രംഗം മാത്രമാണ്. ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിലെത്തുന്നതുവരെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഫാർമസി എന്ന ആ ശാസ്ത്രശാഖയ്ക്കാണ്. നമുക്ക് ഫാർമസിയെ ഇങ്ങനെ നിർവചിക്കാം: ഒരു മരുന്നുണ്ടാക്കുന്നതിന് മുൻപും ഉണ്ടാക്കുമ്പോഴും അത് രോഗിക്കും നൽകിയതിനു ശേഷവും അവരുടെ ജീവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് ഫാർമസിസ്റ്റുകൾ. ഇതാണ് അവരുടെ യഥാർത്ഥ റോൾ. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി ആരായിരിക്കും? വെറുമൊരു മരുന്ന് വിൽക്കുന്ന ആളോ, അതോ നിങ്ങളുടെയും എന്റെയും ജീവൻ സുരക്ഷിതമാക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു പ്രൊഫഷണലോ? ഒന്നാലോചിച്ചു നോക്കൂ.